DFAൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ജസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നത് ആൽഫബറ്റ് 0യും 1 എൻഡ് വിത്ത് 1 എന്നാണ് നമ്മൾ ക്വസ്റ്റ്യന്. സോ ഫസ്റ്റ് നമ്മൾ ലാംഗ്വേജസ് ജനറേറ്റ് ചെയ്യും. എൻഡ് വിത്ത് 1 നമ്മുടെ സ്ട്രിങ് എന്ന് ആൽഫബറ്റ് എന്ന് പറയുന്നത് 0 1 ആയിരുന്നു. സിമ്പിൾസ് എന്ന് പറയുന്നത് 0യും 1 ഇൻപുട്ട് സിമ്പിൾ എന്ന് പറയുന്നത് 0യും 1 നമ്മൾ കണ്ടീഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കണം എൻഡ് ചെയ്യുന്നത് എന്നായിരുന്നു. സോ നമുക്ക് ലാംഗ്വേജ് എഴുതാം. 1 0 1 1 1 1 1 1 1 1 1 ദെൻ 0 വരുന്ന കേസസ് എഴുതാം. 0 0 1 1 0 1 1 1 എക്സെട്ര. ഒരു 5-6 ലാംഗ്വേജസ് സ്ട്രിങ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എൻഡ് വിത്ത് 1 എന്നുള്ള കേസ് സോൾവ് ചെയ്യാം. നമുക്കിവിടെ 2 ഇൻപുട്ടാണുള്ളത്. സോ നമുക്ക് 3 ആയിരിക്കും, 3 സ്റ്റേറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. നോർമലി 3 വരാം, 100 വരുന്ന കേസസും വരാം. നോർമലി 3 ആയിരിക്കും വരുന്നുണ്ടാവുക. Q0 ഇനീഷ്യൽ സ്റ്റേറ്റ്, Q2 ഡബിൾ സർക്കിളും ഫൈനൽ സ്റ്റേറ്റ്, അതിൻ്റെ ഉള്ളിലുള്ളതാണ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് Q1 എന്ന് പറയുന്നത്. 1 1 Q0 എന്ന് 1 കൊടുത്തു കഴിഞ്ഞാൽ Q1 എന്നുള്ള സ്റ്റേറ്റിലെത്തും. Q1 എന്ന സ്റ്റേറ്റിൽ നിന്ന് 1 കൊടുത്തു കഴിഞ്ഞാൽ Q2യിലെത്തും. സോ 1 അവിടെ സോൾവ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് 0 1 1 എന്നുള്ള കേസ്. ഈ ഒരു കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. 0 ആണ് സ്റ്റാർട്ടിങ്ങിൽ, ഇവിടെ 1 ആണ് സ്റ്റാർട്ടിൽ വന്നത്. സോ ഇവിടെ 0 വേണം. ഒരു സെൽഫ് ലൂപ്പ് ഇട്ട് കൊടുക്കുക, 0 കൊടുക്കുക. 0 1 1. സോ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണോ പറയട്ടോ. ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് 1 1 1 എന്നുള്ള കേസ്, 3 1 വരുന്ന കേസ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് നോക്കുക. ഈ 0ലേക്ക് 1 എന്നുള്ള ഇൻപുട്ട് കൊടുത്തപ്പോൾ Q1ലെത്തി. Q1 നിന്ന് 1 എന്നുള്ള ഇൻപുട്ട് എത്തിയപ്പോൾ Q2ലെത്തി. 1 1 ആയി. ഇനി ഒരു 1 കൂടെ വേണം. സോ എന്ത് ചെയ്യും, Q2നൊരു സെൽഫ് ലൂപ്പ് കൊടുക്കും 1. സോ 1 1 1 ഈ ഒരു കണ്ടീഷനും അക്സെപ്റ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് 1 1 1 1 1 1 സെൽഫ് ലൂപ്പ് ഉണ്ട്. എത്ര വേണമെങ്കിലും ഇനി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യും. ഇനി എത്ര 1 1 1 എന്നുള്ളൊരു കേസ് വന്നു കഴിഞ്ഞാലും അതെല്ലാതും അക്സെപ്റ്റ് ചെയ്യും. സോ അത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 0ൻ്റെ കേസ് അക്സെപ്റ്റ് ചെയ്യുമെന്ന്. 0ൻ്റെ കേസും ഇവിടെ അക്സെപ്റ്റ് ചെയ്യും. 0 1 1 1 സെൽഫാണ് 0 റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ ഈ ഒരു കേസ് ഇനിയിപ്പോൾ എത്ര 0 വന്നു കഴിഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് നോക്കുന്നതാണ് 0 0 0 0 ദെൻ 1 1 ദെൻ നമുക്കിനിയൊരു ഇത് കഴിഞ്ഞില്ലേ. ദെൻ നമ്മൾ ഈ കേസാണ് നോക്കുന്നത്. ദെൻ നമുക്ക് നോക്കേണ്ടത് ഈ ഒരു കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുക 0 1 0 1 1 ഈ ഒരു കേസാണ് നോക്കാൻ പോകുന്നത്. 0 അക്സെപ്റ്റ് ചെയ്തു, 1 കൊടുത്തു. Q0യിലേക്ക് 1 കൊടുത്തു. Q1ലെത്തി. Q1 ഇനി നമുക്ക് വേണ്ടത് എന്തായിരുന്നു, 0 എന്നുള്ളൊരു കേസ് വേണം. Q1 0 എന്നുള്ളൊരു കേസില്ല. സോ എന്ത് ചെയ്യണം, Q1 Q0യിലേക്ക് ഒരു ട്രാൻസിഷൻ കൊടുക്കുക, 0 എന്നൊരു ട്രാൻസിഷൻ. ഇനി എന്ത് ചെയ്തു, 0 1 0 1 0 1 1 ഈ ഒരു കേസും അക്സെപ്റ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന കേസ് 0. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു കേസും അക്സെപ്റ്റ് ചെയ്തു. 0 ലൂപ്പാണ്, 0 1 1 ഇനി നമുക്ക് ഈ ഒരു കേസാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. സോ 0 0 1 1 ദെൻ ഇനിയൊരു 0ൻ്റെ കേസ് ഉണ്ട്. നമുക്കിനി ഇവിടെ ഇരുന്നൊരു 0ൻ്റെ കേസ് വേണം. സോ നമുക്ക് എന്തായാലും എൻ്റെ വിത്ത് 1 1 ആയിരിക്കണം. സോ ഇവിടെ ഒരു 0 എന്ന് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. സോ നമ്മൾ എന്താ ചെയ്യുക, Q2ൽ നിന്ന് നേരെ Q1ലേക്ക് ഒരു ട്രാൻസിഷൻ കൂടെ കൊടുക്കും, 0. അങ്ങനെ ഇവിടേക്കൊന്നും കൊടുക്കാൻ പാടില്ല, കാരണം ഇവിടെ നമ്മൾ 0 എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് എന്തായിരിക്കും, എൻഡ് വിത്ത് 1 1 എന്നുള്ളൊരു കാര്യം അവിടെ വരില്ല. സോ നമ്മൾ എന്താ ചെയ്യുക, Q2ൽ നിന്ന് നേരെ Q0യിലേക്ക് ഒരു ട്രാൻസിഷൻ കൊടുത്തു.
ഇനി അങ്ങോട്ട് നമ്മൾ കൊടുക്കുന്ന എല്ലാ സ്ട്രിങ്ങും ഈ ലാംഗ്വേജിലുള്ള എല്ലാതും നമുക്ക് അക്സെപ്റ്റ് ചെയ്യും. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 അക്സെപ്റ്റ് ചെയ്തു, 0 1 0 1 1 അക്സെപ്റ്റ് ചെയ്തു, 1 1 1 1 ഇവിടെ ഒരു ലൂപ്പ് ഇട്ടപ്പോൾ 1 അത് അക്സെപ്റ്റ് ചെയ്യും. ഇനി അങ്ങോട്ടുള്ള എത്ര 1 1 വന്നു കഴിഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യും. ഇനി നമ്മൾ 0 0 1 1 എന്നുള്ള കേസ് നോക്കി കഴിഞ്ഞാൽ 0 0 0 1 1 ഇനി അങ്ങോട്ട് എത്ര സീറോസ് സ്റ്റാർട്ടിങ്ങിൽ വന്നു കഴിഞ്ഞാലും ഈ ഒരു ലൂപ്പ് ഉണ്ടായിട്ട് അത് അക്സെപ്റ്റ് ചെയ്തോളും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 0 0 1 1 0 1 1 0 0 1 1 0 1 1 അക്സെപ്റ്റ് ചെയ്തു. ഇനി ഈ ഒരു കേസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 0 1 0 1 0 1 1 ഇനി അങ്ങോട്ടുണ്ടാകാൻ പോകുന്ന ഏതൊരു സ്ട്രിങ്ങിനെയും ഈ ഒരു DFA അക്സെപ്റ്റ് ചെയ്തോളും, ഈ ഒരു ഡയഗ്രാം അക്സെപ്റ്റ് ചെയ്യും. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും.